ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ നാടൻ രീതിയിലുള്ള നല്ലൊരു പലഹാരമാണ്. ഈ ഒരു പലഹാരത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതുമാണ്. നല്ലൊരു ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ നിത്യവും തയ്യാറാക്കി കഴിക്കുന്ന ദോശ, ഇഡ്ഡലി, പുട്ട് എന്നിവയെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു നാടൻ പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന തന്നെ നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ട് നോക്കാം. നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. ഉഴുന്ന് ചേർത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കൂടെ ചേർക്കാം. ഇനി കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ നല്ലവണ്ണം ഒന്നുകൂടെ മൂത്ത് കിട്ടണം. അതുവരെയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. വറവ് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകളെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 മുറി നാളികേരം കൂടെ ചേർക്കണം. നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടെ കൊടുക്കാം. 1 മിനിറ്റ് നേരം നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. കപ്പിൽ അളന്നാണ് ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരത്തിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത നൈസ് അരിപ്പൊടിയാണ്. ഈ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് പൊടിയും വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഫുൾ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം വറ്റി പൊടി വേവാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ തീയിലേക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ നമ്മുടെ പൊടിയും വെള്ളവും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുന്നത് വരെയും നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ ഇതേ ഒരു പാകത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഒരു മാവിനെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് മാവിനെ ഒന്ന് തൊട്ടുകൂടി നോക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ മാവിന് നല്ല ചൂടാണ്. അതിനുശേഷം നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് പൊടിയെ ഒന്ന് കുഴച്ചുകൂടി എടുക്കണം. പൊടിയെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിന് പ്രത്യേക സ്വാദ് കൂടിയാണ് കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ ഇതേ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. മാവിനെ ഉരുട്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെയ്യുവാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഉരുട്ടാനും സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ബോൾസ് എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്ന അപ്പച്ചമ്പിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വേവിച്ചുകൂടി എടുക്കാം. അപ്പച്ചമ്പിലേക്ക് ബോൾസ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നല്ലവണ്ണം ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂടി കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്നും കൂടെ നോക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം നല്ലപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പലഹാരം കഴിക്കാനായിട്ട് നമുക്കിപ്പോൾ കറിയുടെ ആവശ്യമൊന്നും തന്നെയില്ല. എങ്കിൽ തന്നെയും ഞാനിപ്പോൾ തേങ്ങാ ചട്നിയുടെ ഒപ്പമാണ് വിളമ്പുന്നത്. ഇപ്പോൾ ഈ ഒരു പലഹാരത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നിത്യവും കഴിക്കുന്ന ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു ആവിയിൽ വെന്ത പലഹാരം എൻ്റെ കൂട്ടുകാരെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.